അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അനിൽ മിഖ്ദാം ബിനു മഅദി കരീബ് അന്നഹു സമിഅ റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മിഖ്ദാം റളിയല്ലാഹു അൻഹു നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് കേട്ടതായി അദ്ദേഹം നിവേദനം ചെയ്യുകയാണ്. യഖൂൽ മാ അത്അംത നഫ്സക ഫഹുവ ലക സ്വദഖത്തുൻ. നീ നിനക്ക് ഭക്ഷണം നൽകിയാൽ അത് നിനക്ക് സ്വദഖയാണ്. വമാ അത്അംത വലദക ഫഹുവ ലക സ്വദഖത്തുൻ. നിന്റെ മകന് വേണ്ടി അതല്ലെങ്കിൽ മക്കൾക്ക് വേണ്ടി നീ ഭക്ഷണം കൊടുത്താൽ അത് നിനക്ക് സ്വദഖയാണ്. വമാ അത്അംത സൗജക ഫഹുവ ലക സ്വദഖത്തുൻ. നിന്റെ ഭാര്യയ്ക്ക് നീ ഭക്ഷണം നൽകുന്നത് നിനക്ക് സ്വദഖയാണ്. വമാ അത്അംത ഖാദിമക ഫഹുവ ലക സ്വദഖത്തുൻ. നിന്റെ സേവകന് നീ ഭക്ഷണം നൽകുന്നത് നിനക്ക് സ്വദഖയാണ്. ഇവിടെ ഒരു മുസ്ലിമായ വ്യക്തി തൻ്റെ ജീവിതത്തിൽ പലപ്പോഴും പല ആവശ്യങ്ങൾക്ക് വേണ്ടി പണം ചിലവഴിക്കാറുണ്ട്. ആ പണം ചിലവഴിക്കുന്നത് കൂടുതലായും തൻ്റെ കുടുംബത്തിനും തൻ്റെ മക്കൾക്കും തൻ്റെ ഭാര്യയ്ക്കും തൻ്റെ വീട്ടിലുള്ള ആളുകൾക്കും വേണ്ടിയാണ്. അപ്പോൾ അത്തരം ചിലവഴിക്കലുകൾ നടത്തുമ്പോൾ ആ വ്യക്തിയുടെ നിയ്യത്ത് നല്ലതാണ് എങ്കിൽ, അവൻ ആ പ്രവർത്തനത്തിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രതിഫലം ആഗ്രഹിക്കുകയാണ് എങ്കിൽ, അവൻ്റെ ആ പ്രവർത്തനത്തിന് പ്രതിഫലമുണ്ട് എന്നുള്ള ഒരു പ്രോത്സാഹനമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിലൂടെ നൽകുന്നത്. അപ്പോൾ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമായൊരു ബാധ്യതയാണ് അവൻ്റെ ഭാര്യയ്ക്കും മക്കൾക്കും ചെലവിന് നൽകുക എന്നുള്ളത്. കാരണം നമ്മൾ കഴിക്കുന്നത് ഭാര്യയ്ക്കും നൽകണം, നമ്മൾ ധരിക്കുന്നത് ഭാര്യയ്ക്കും നൽകണം, നമ്മുടെ പാർപ്പിട സൗകര്യം ഭാര്യയ്ക്ക് ഉണ്ടാക്കി കൊടുക്കണം തുടങ്ങിയൊക്കെ ഒരു ഭർത്താവ് ഭാര്യയോട് ചെയ്യേണ്ടുന്ന ബാധ്യതകളെ കുറിച്ച് നമ്മൾ പലപ്പോഴും കേൾക്കാറുണ്ട്. അപ്പോൾ അത് നിർബന്ധ ബാധ്യതയാണ്. എന്നാൽ അതോടൊപ്പം ആ കാര്യം ചെയ്യുന്നതിന് അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് അതിന് പ്രതിഫലവും നൽകുന്നു. മാത്രവുമല്ല, ഈ ഹദീസിൽ ഒരു സൽക്കർമ്മം ചെയ്യുമ്പോൾ അത് അനുവദനീയമായ ഒരു ഇബാദത്തല്ലാത്ത പ്രവർത്തനമാണെങ്കിൽ പോലും അതിലൂടെ നല്ല നിയ്യത്ത് അവർക്ക് ഉണ്ട് എങ്കിൽ അതിന് അള്ളാഹു തആല പ്രതിഫലം നൽകും എന്നുള്ള കാര്യവും ഈ ഹദീസ് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് വേണ്ടി ചിലവഴിക്കുക, മറ്റുള്ളവർക്ക് ഭക്ഷണം നൽകുക, കർമ്മങ്ങളെ നിസ്സാരമായി കാണാതിരിക്കുക തുടങ്ങിയ ചില കാര്യങ്ങൾ കൂടി നമുക്ക് ഈ ഹദീസിൽ നിന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും. അതുപോലെ തന്നെ ഈ ഹദീസിൻ്റെ ആശയ സാരാംശമായി നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയൊരു കാര്യമാണ്, ഒരു വ്യക്തി അധ്വാനിക്കുകയാണെങ്കിൽ ആ അധ്വാനത്തിന് അവൻക്ക് നന്മയുണ്ട് എന്നാണ്. കാരണം ഒരു വ്യക്തി കഷ്ടപ്പെടുന്നതും തൊഴിൽ ചെയ്യുന്നതും ജോലിയെടുക്കുന്നതും തൻ്റെ ഭക്ഷണത്തിന് വേണ്ടിയാണ്, തൻ്റെ കുടുംബത്തിൻ്റെ ഭക്ഷണത്തിന് വേണ്ടിയാണ്, തൻ്റെ സന്താനങ്ങളുടെ ഭക്ഷണത്തിന് വേണ്ടിയാണ്. അപ്പോൾ അവരുടെ സംരക്ഷണം ഉദ്ദേശിച്ചുകൊണ്ട് അവർക്ക് ആവശ്യമായ ഭക്ഷ്യവസ്തുക്കൾ നൽകുന്നതിന് വേണ്ടി ഒരു വ്യക്തി കഷ്ടപ്പെടുകയും അധ്വാനിക്കുകയും ചെയ്യുമ്പോഴാണ് അവനതിന് സാധ്യമാകുന്നത്. അപ്പോൾ ആ അധ്വാനവും ഇസ്ലാമിൽ പ്രോത്സാഹിപ്പിക്കപ്പെടുന്നു എന്നുള്ള ഒരു അർത്ഥ സാരാംശം കൂടി നമുക്ക് ഈ ഹദീസിലൂടെ മനസ്സിലാക്കുവാൻ സാധിക്കും. ഏതായാലും ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവൻ ചിലവഴിക്കുന്ന പണത്തിൻ്റെ വ്യത്യസ്തങ്ങളായ മേഖലകളിൽ ഏറ്റവും പ്രധാനമായും വരുന്നത് തന്നെ കുടുംബത്തിൻ്റെ കാര്യമാണ്. അതിൽ മക്കളുണ്ട്, ഭാര്യയുണ്ട്, ചിലപ്പോൾ വീട്ടിൽ സേവകരായിട്ടുള്ള ആളുകളുണ്ടാവും, ഖാദിമുകളായിട്ടുള്ള ആളുകൾ, തൻ്റെ കീഴിലുള്ള ആളുകൾ. അപ്പോൾ അവർക്കൊക്കെ നമ്മൾ നല്ല നിയ്യത്തോടു കൂടി ചിലവഴിക്കുകയാണെങ്കിൽ അതിന് പ്രതിഫലമുണ്ട് എന്നുള്ളൊരു മഹത്തരമായ ഉപദേശമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിലൂടെ നമുക്ക് നൽകുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചിലവഴിക്കുമ്പോൾ ആ ഒരു നിയ്യത്തോടു കൂടി അത്തരം കാര്യങ്ങൾ ചെയ്യണം എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹബിഹി വസല്ലിം. സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.